നമസ്കാരം. ജാതകത്തിൽ നമ്മുടെ മുജ്ജന്മത്തെക്കുറിച്ചറിയാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? മരണാനന്തര ജീവിതം എന്നൊന്നുണ്ടോ? പ്രേതം എന്നൊരു സങ്കല്പം സാധാരണ ഉള്ളതാണോ? സർപ്പക്കാവുകൾ എങ്ങനെ പരിഹരിക്കണം? അതായത് ഒരാൾ ഒരു വസ്തു വാങ്ങി, അത് വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അതിനകത്ത് സർപ്പക്കാവ് ഉണ്ടെന്ന് മനസ്സിലായത്. ഇനി ഞാനത് എന്ത് ചെയ്യണം മുതലായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്ന് സാറ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആത്മാവ് എങ്ങോട്ട് പോകുന്നു, പുനർജന്മത്തിന് മുൻപ് അത് എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങളെയൊക്കെ പറ്റിയും കൂടി സാറ് ഇതിൽ വിവരിക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. നമസ്കാരം. അടുത്ത ജന്മം എടുക്കുന്നത് നമ്മുടെ പാപപുണ്യ ഫലങ്ങൾ അനുസരിച്ചായിരിക്കും ആത്മാവ് തിരഞ്ഞെടുക്കുന്നത് എന്നും, എന്നാൽ നമുക്ക് ആരുടെ മകൻ ആരുടെ മകൾ എവിടെ കുടുംബം ഇവ എടുക്കാൻ കഴിയില്ല, ഇത് പ്രകൃതിയുടെ നിശ്ചയമെന്നും പറയുന്നു. ഒന്ന് വിശദീകരിക്കാമോ? അത് തന്നെയല്ലേ വിശദീകരണം. അപ്പോൾ യഥാർത്ഥത്തിൽ അമ്മയെയും അച്ഛനെയും വീടും തിരഞ്ഞെടുക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വെനെവർ ദ സിസ്റ്റം in equilibrium is disturbed, the system will adjust itself in such a way that effect of the disturbance will be nullified. ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്നാണ് ഇതിന് പറയാം. അതായത് നമ്മൾ ചെയ്ത കർമ്മഫലങ്ങൾ അനുഭവിച്ചു തീർക്കാൻ പറ്റിയ ഒരു ചുറ്റുപാടുകൾ പ്രകൃതി നമുക്കുണ്ടാക്കും. അതിൻ്റെ അനുസരിച്ചാണ്. പക്ഷെ നല്ലൊരു ചോദ്യം. ഇതൊരു അരമണിക്കൂറെങ്കിലും വിവരിച്ചാലേ മുഴുവനാവുള്ളൂ. ആ ഞാൻ ചെയ്ത കർമ്മഫലം അനുഭവിച്ച് തീർക്കാനുള്ള ചുറ്റുപാടുകൾ എനിക്ക് പ്രകൃതി ഉണ്ടാക്കി തരുന്നത് ഇന്ന അമ്മയുടെയും അച്ഛൻ്റെയും മകനായി ഇന്ന വീട്ടിൽ, ഇന്ന സ്ലമ്മിൽ, ഇന്ന കൊട്ടാരത്തിൽ, ഇന്ന രാജധാനിയിൽ, ഇന്ന സ്ഥലത്ത്, ഇന്ന ദിവസം, ഇന്ന കാലാവസ്ഥയിൽ, ഈ അവസ്ഥയിൽ ജനിക്കണമെന്ന് തീരുമാനിച്ചിട്ടാണ് പ്രകൃതി അതിന് വേണ്ടിയിട്ട് കളം ഒരുക്കുന്നത്. അടുത്ത ചോദ്യം, ഒരു ഗ്രഹനിലയിൽ പുനർജന്മത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്ന ഭാവം ഏത്? 9ാം ഭാവം. പൂർവപുണ്യം. ഒമ്പതാം ഭാവം ലഗ്നവുമായിട്ട് എത്ര ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കിയിട്ടാണ് പൂർവജന്മവും പാപവുമായി മനസ്സിലാക്കിയിട്ട് അടുത്ത ജന്മത്തിന് സാധ്യതയുണ്ടോ എന്ന് ചിലർ നോക്കാറുള്ളത്. ഓരോ ഗ്രഹവും നിന്നാൽ അടുത്ത ജന്മത്തെക്കുറിച്ച് പറയാൻ കഴിയുമോ? ഇല്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കല്ലേ. സിസേറിയൻ വഴിക്ക് നമുക്ക് ലഭിക്കുന്ന ആ യോഗം വരുന്നത് കൊണ്ടല്ലേ? ആ യോഗം വരുന്നത് കൊണ്ടാണെങ്കിലും 3 തരം കർമ്മബലമാണ്. സഞ്ചിത കർമ്മബലം, ആർജിത കർമ്മബലം, പ്രാരബ്ധ കർമ്മബലം. ആ പ്രാരബ്ധ കർമ്മബലത്തിന് സഞ്ചിത കർമ്മബലവുമായിട്ട് ബന്ധമില്ല. ഇതൊരു ഉത്തരമേ ഉള്ളൂ. നല്ലൊരു ചോദ്യമാണ്, അസാധാരണ ചോദ്യമാണ് ഈ ചോദ്യം. സിസേറിയനിലൂടെ ഒരു കുട്ടി ജനിക്കുന്നത് ആ കുട്ടിയുടെ കർമ്മബലം കൊണ്ടല്ലേ, അല്ലെങ്കിൽ അമ്മയുടെ കർമ്മബലം കൊണ്ടല്ലേ എന്നാണ് ചോദ്യം. അവിടെ ഉത്തരം പറയാനുള്ളത് കഴിഞ്ഞ ജന്മം വരെ ചെയ്ത കർമ്മബലത്തിന് സഞ്ചിത കർമ്മബലം എന്ന് പറയും. ജനനം മുതൽക്ക് ഇന്ന് വരെ ചെയ്ത കർമ്മബലത്തിന് ആർജിത കർമ്മബലം. ഇപ്പ ചെയ്യുന്ന കർമ്മബലത്തിൻ്റെ പേര് പ്രാരബ്ധ കർമ്മബലം. പ്രാരബ്ധ കർമ്മബലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചിലർ അപ്പപ്പ സിസേറിയൻ മതി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കുന്നത്. അത് കഴിഞ്ഞ ജന്മത്തിലേക്ക് എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്യരുത്. നല്ലൊരു ചോദ്യം. ഗ്രഹങ്ങളുടെ സ്വാധീന ശക്തി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇല്ല. ഗ്രഹങ്ങളുടെ ഇൻഡിക്കേഷൻ ശക്തിയേ ഉള്ളൂ, സ്വാധീന ശക്തി ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അവരുദ്ദേശിക്കുന്നത് സ്വാധീന ശക്തിയല്ല. പുനർജന്മത്തിൽ മരണശേഷം ആത്മാവ് എവിടെയെന്നറിയില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ആത്മാവ് ജീവിക്കുന്നവരെ എഫക്റ്റ് ചെയ്യുമോ? ശരിക്ക് ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇതെല്ലാം നാളെ രാവിലെ യൂട്യൂബിൽ ഇതിൻ്റെ ഉത്തരം വീണ്ടും അപ്ലോഡ് ചെയ്യാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ സ്പീച്ച് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഞാനാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് വേൾഡിൽ. അതിനെനിക്കൊരു അവാർഡൊക്കെ കിട്ടി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ജാതക ക്ലാസ്സിൽ കിട്ടിയത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത്ഭുതം എന്ന് പറയട്ടെ, ആ ചോദ്യങ്ങളൊന്നുമല്ല ഇത്. ഈ ചോദ്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്.
അതുകൊണ്ട് ഒന്നുകൂടി ചോദ്യം വായിക്കാം. മരണശേഷം ആത്മാവ് എവിടെയെന്നറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആത്മാവ് ജീവിച്ചിരിക്കുന്നവരെ എഫക്റ്റ് ചെയ്യുമോ? കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം ജൂലൈ മാസം 12-ാം തീയതി ഡിസ്കവറി ചാനലിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. എന്താ അറിയോ? കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം ജൂലൈ 12 ഞാനത് കണ്ടു. ചിക്കാഗോയിൽ 3 നിലയുള്ളൊരു കെട്ടിടമുണ്ട്. 3 നിലയുള്ള ഒരു കെട്ടിടം. അതിന് ഗോസ്റ്റ് ടവർ എന്നാണ് പറയുക. ഇപ്പോഴും ഉണ്ടത്. അവിടെ ജൂലൈ മാസം 12-ാം തീയതി രാത്രി കൃത്യം 10 മണിക്ക് ഒരു പ്രേതം വരും. ഞാൻ പ്രേതം എന്ന് പറയുന്നത് നമ്മുടെ അർത്ഥത്തിലുള്ള പ്രേതമാണ്. സംസ്കൃതത്തിലെ അർത്ഥത്തിലെ പ്രേതമല്ല. സംസ്കൃതത്തിലെ പ്രേതം, ഭൂതം, പിശാച് വേറെ അർത്ഥമാണ്. പിശാച് എന്ന് പറഞ്ഞാൽ, സാറ് പിശാചിനെ കണ്ടിട്ടുണ്ടോ എന്ന് ഒരാൾ എന്നോട് ചോദിച്ചു. ഞാൻ ഉത്തരം പറഞ്ഞെന്താ? പിശുനം യഹ ഘാതതി സ ഏവ പിശാചഹ. ഡെഡ് ബോഡി ആരാണോ കഴിക്കുന്നത് അവരെയാണ് പിശാച് എന്ന് പറയുന്നത്. അപ്പോൾ പിശാചിനെ കാണാൻ എവിടെ പോകണം? നോൺ വെജിറ്റേറിയൻ ഹോട്ടലിൻ്റെ മുമ്പിൽ നിന്നാൽ മതി. ഓർമ്മിക്കുക, ജൂലൈ മാസം 12-ാം തീയതി. ചിലത് സ്പീഡിൽ പറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ് അറിയോ? പകുതി അറിഞ്ഞാൽ മതി, അതുകൊണ്ടാണ്. ജൂലൈ 12-ാം തീയതി അതിൻ്റെ മുമ്പിലത്തെ വർഷം നാസയിലെ ശാസ്ത്രജ്ഞന്മാരുൾപ്പെടെ, ഡോക്ടർമാർ, സൈക്കാട്രിസ്റ്റ്, എല്ലാവരും, കെമിസ്ട്രി പഠിച്ചവർ, ഫിസിക്സ് പഠിച്ചവർ, ഈ 3 നില കെട്ടിടത്തിൽ അവർ പല എക്യുപ്മെൻറ്റുകളും വെച്ച് രാത്രി 10 മണിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ശ്രമിച്ചു. പെട്ടെന്ന് പറയാം, 1 മണിക്കൂർ സീരിയൽ. ഞാൻ ഒറ്റ മിനിറ്റ് എടുക്കും. 9:59 രാത്രി കഴിഞ്ഞു. 9:59 കഴിഞ്ഞ് 50 സെക്കൻഡ് കഴിഞ്ഞു. കറക്റ്റ് 10 മണിക്ക് ആ സ്റ്റെപ്പിലൂടെ ആരോ ടക് 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 സൗണ്ടിൽ കയറി വരുന്നതായിട്ട്, ആ മുറിക്കകത്തൊരു 30 സെക്കൻഡ് എന്തൊക്കെയോ സംഭവിച്ചു. സകല എക്യുപ്മെൻറ്റുകളും ഫെയിലായി. 15 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഏൽപ്പിച്ച ഒരാൾ ഹൂ ആർ യു എന്നൊരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ചോദ്യം അയാൾ ചോദിച്ചു, അയാൾ വീണു. ആ ചോദ്യം ചോദിച്ചു, അയാൾ വീണു. ഇത് കാണാം, ടി വിയിൽ കാണാം നമുക്ക്. അവസാനം എല്ലാ സിസ്റ്റവും നോക്കി അവർ കൺക്ലൂഡ് ചെയ്ത് എന്താ അറിയോ? എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിഞ്ഞൂടാ. മനസ്സിലായി? സംതിങ് ഹാസ് ഹാപ്പൻഡ്. വാട്ട് ഹാസ് ഹാപ്പൻഡ് വി ഡു നോട്ട് നോ. എക്യുപ്മെൻറ്റുകളുടെ ടെമ്പറേച്ചർ വേരിയേഷൻ, വോൾട്ടേജ് വേരിയേഷൻ, ആംപിയർ വേരിയേഷൻ, ഇഫക്റ്റ് വേരിയേഷൻ എല്ലാം സംഭവിച്ചിട്ടുണ്ട്. അതിനവർ കൊടുത്തത് ഏതോ ഒരു ആത്മാവ് ആ സമയത്ത് അവിടെ വന്നു. സം സോൾ ഹാസ് കം ഓവർ ദർ. ആരെങ്കിലും അതിന് ചോദിക്കുന്നുണ്ടോ? ഇല്ല, അവിടെയാണ് സംസാരിക്കുന്നത്. സോ ഓർമ്മിക്കുക, ആത്മാവ് എന്ത് ചെയ്യുന്നു എന്നറിഞ്ഞൂടാ. ഒരു വരി കൂടി പറയാം, അതുകൂടി കേട്ടാൽ കംപ്ലീറ്റ് ആവും. ഒരു വ്യക്തിയെ 5 ഡോക്ടർമാർ ഓപ്പറേറ്റ് ചെയ്തു വാഷിങ്ടണിൽ. ഓപ്പറേഷൻ കഴിഞ്ഞു, അയാൾ മരിച്ചു. ഒരു ഡോക്ടർ അയാളെ മരണത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ പരമാവധി ശ്രദ്ധിച്ചു. മതി, പരമാവധി ശ്രമിച്ചു. അഡ്രിനാലിൻ, ഐസോ അഡ്രിനാലിൻ ഇഞ്ചക്ട് ചെയ്തു. ഇയാൾ പെട്ടെന്ന് കണ്ണു തുറന്നു. മരിച്ച ആൾ കണ്ണു തുറന്നു. കണ്ണ് തുറന്ന് ഉടനെ പറഞ്ഞത് എന്താ അറിയോ? സർ, ഐ വാസ് റിപ്പീറ്റഡ്ലി ടെല്ലിങ് യു ദാറ്റ് യുവർ പെൻ ഈസ് അണ്ടർ ദിസ് ഓപ്പറേഷൻ ഡെസ്ക്. ഞാൻ നിങ്ങളോട് നിരന്തരം പറയുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് വീണ പേന ഓപ്പറേഷൻ ഡെസ്കിൻ്റെ താഴെ ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അയാൾ ചോദിച്ചു, യു ആർ ആൾമോസ്റ്റ് ഡെഡ്. വെൻ ഡിഡ് യു സേ ദാറ്റ്? ഐ വാസ് വെയിറ്റിംഗ് ഇൻ ദ വിൻഡോ. I was waiting in the window whether to come back or go. അർത്ഥം മനസ്സിലായി? തിരിച്ചു വരണോ പോകണോ എന്ന് പറഞ്ഞാൽ നിൽക്കാൻ. ഞാൻ ഈ പേന വീണത് കണ്ടു, ഞാൻ പറയുന്നുണ്ടായിരുന്നു. നല്ലൊരു അനുഭവം അത്. US ഒത്തിരി കോളിളക്കം സൃഷ്ടിച്ച ഒരു അനുഭവം. ഇങ്ങനെ കുറേ അനുഭവം ഞാനും US കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. വീടിരിക്കുന്ന സ്ഥലത്തെ പറമ്പിൽ സർപ്പമുണ്ടെങ്കിൽ ഇത് നന്ദകുമാറിൻ്റെ സൂപ്പർ കയ്യക്ഷരാണ്. എന്ത് നല്ല കയ്യക്ഷര! ഇങ്ങനെ ഒരു കയ്യക്ഷരം കിട്ടുക പൂർവജന്മ പുണ്യം. വീടിരിക്കുന്ന സ്ഥലത്തെ പറമ്പിൽ സർപ്പമുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരത്തിനുള്ള ശാസ്ത്രീയ മാർഗം അറിയാൻ ആഗ്രഹിക്കുന്നു. പരിധിക്കപ്പുറം വിശ്വാസം ഉണ്ടെങ്കിൽ പാമ്പും മേക്കാട് പോയിട്ട് നമ്പൂതിരിയോട് വന്നിട്ട് ആവാഹിച്ചു കൊണ്ടുപോകാൻ പറയാം. പിന്നെ
അത്രയൊന്നും വിശ്വാസം ഇല്ല എങ്കിൽ ഒരു സർപ്പത്തറ കെട്ടുക, വർഷത്തിലൊരിക്കൽ കുറച്ച് പൂവിടുക, പ്രത്യേകിച്ചും 10-ാം ഉദയത്തിൻ്റെ അന്ന്. വിശ്വാസം ഇല്ലെങ്കിൽ, പക്ഷെ വിശ്വാസമുണ്ട്, ഭയമുണ്ടെങ്കിൽ പാമ്പും മേക്കാട് പോയിട്ട് തിരുമേനി വരാൻ ബുദ്ധിമുട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ബാലകൃഷ്ണൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞാൽ മതി, അവർ വരും, ഉറപ്പാണ്. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ വരും. അവർ കുറച്ച് എമൗണ്ട് ചോദിക്കും, ബുദ്ധിമുട്ടില്ലെങ്കിൽ കൊടുക്കുക. അപ്പോൾ മനസ്സിൽ സംശയമുണ്ടെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ ഒരു തറ കെട്ടി വെച്ചേക്കാം. 35 വർഷം മുമ്പ് സർപ്പത്തെ ആവാഹിച്ച് മാറ്റിയതാണ്, എങ്കിലും ഈ സ്ഥലത്ത് ഇപ്പോഴും സർപ്പമുണ്ടെന്ന് ജ്യോതിഷന്മാർ പറയുന്നു. മാറ്റിയ സ്ഥിതിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് കൊടുക്കുക. അതിൽ സയൻസൊന്നുമില്ല, വിശ്വാസം മാത്രമേ ഉള്ളൂ. വിശ്വാസം മാത്രം. ആ വിശ്വാസം നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസത്തിലൂടെ മാത്രമേ അത് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അടുത്തത്, വസുപഞ്ചകം. ഈ ദോഷം അനുഭവത്തിൽ വരണമെങ്കിൽ മറ്റെന്തൊക്കെ കാര്യങ്ങൾ കൂടി വേണം? അങ്ങനെയുള്ളതിലേക്കൊന്നും 21-ാം നൂറ്റാണ്ടിൽ അന്വേഷിച്ചു പോവണ്ട. നല്ല രീതിയിൽ സന്തോഷത്തോടുകൂടി ജീവിക്കുക. ഒരു വസുപഞ്ചകവും ഇല്ല. സന്തോഷത്തോടുകൂടി ജീവിക്കുക, ചിരിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുക.